സ്റ്റീൽ പാൻ എങ്ങനെ നോൺ സ്റ്റിക്ക് പാനായിട്ട് ഉപയോഗിക്കാമെന്ന കിച്ചൺ ടിപ്പും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് പ്രിപ്പറേഷനുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒരു സ്റ്റീൽ പാനിൽ മീനൊക്കെ വറക്കുമ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഈ സ്റ്റീൽ പാൻ ഒരു നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാൻ വേണ്ടി ആദ്യം ആ പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ എണ്ണയൊന്ന് ചൂടാക്കണേ. ഇപ്പോൾ ഈ പാൻ നന്നായി ചൂടായിട്ട് ഇതിൽ നിന്നും പുക വരുന്നില്ലേ? ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാൻ നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കണേ. പാൻ നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു ടിഷ്യൂ കൊണ്ട് അതിലെ എണ്ണയെല്ലാം തുടച്ച് മാറ്റാം. ഇനി നിങ്ങൾക്കിത് ഒരു നോൺ സ്റ്റിക്ക് പാൻ പോലെ ഉപയോഗിക്കാം. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ട്രിക്കാണിത്. ഈ ടിപ്പ് എനിക്ക് ഒത്തിരി ഉപയോഗപ്രദമാണ്. ചെറിയ മീനുകളാണല്ലോ എപ്പോഴും കൂടുതലായിട്ട് അടിയിൽ പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൊഴുവ വറുത്ത് കാണിക്കാം. സാധാരണ നോൺ സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ചെറിയ മീനുകൾ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടിട്ട് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒത്തിരി എണ്ണ കുടിക്കും. ചെറിയ മീനുകൾ പെട്ടെന്ന് വേവുന്ന കാരണം സിമ്മിലിട്ട് കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ലല്ലോ. ഫിഷെല്ലാം നന്നായി നിരത്തി ഇട്ട് കൊടുത്തങ്ങ് വേവിക്കുക. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഒട്ടും അടി പിടിച്ചിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റുന്നുണ്ട്. ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം വാങ്ങുന്നത് കുറച്ചിട്ട് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റീൽ പാത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന വേറൊരു ഐറ്റം ഉരുളക്കിഴങ്ങും ബീൻസും കൂടെയുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. സാധാരണയായി ഈ രീതിയിൽ നോർത്ത് ഇന്ത്യൻസാണ് ഉണ്ടാക്കി കാണുന്നത്. ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് പൊട്ടിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഒരു 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 2 തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണേ. ഈ ചേരുവകളെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ കട്ടിയോട് കൂടിയാണ് അരിയുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ കൂടെ തന്നെ നമുക്ക് ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ബീൻസ് നല്ല നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നീളത്തിലരിഞ്ഞ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ നല്ല ലുക്കാണ്.
കറിയിൽ അധികം വെള്ളം ഒഴിച്ച് എടുക്കരുത് കേട്ടോ. വെജിറ്റബിളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടണം. അവസാനം വേവ് കുറവായെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ കറി ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, മല്ലിപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. വേവ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാനിത്തിരി വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബീൻസ് ഡ്രൈ ഫ്രൈ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കായപ്പൊടി, ചെറിയ ജീരകം എല്ലാം ചേരുന്നത് കൊണ്ട് നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ഇന്നത്തെ ലഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഞാൻ ചാറ് കറിക്ക് വേണ്ടി വെള്ളിരിക്കയും ഒരു പഴുത്ത നേന്ത്രപ്പഴവും കൂടി ഇട്ടിട്ട് ഞാനൊരു മോരുകറി തയ്യാറാക്കിയിരുന്നു. മോരുകറി എല്ലാവരും സാധാരണ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും മോരുകറിക്ക് ഒരു ചെറിയ മധുരമുള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ട് നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ പഴമാങ്ങയോ ചേർക്കാറുണ്ട്. ലഞ്ച് ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടി കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ കുറച്ച് വാട്ടർമെലണും കട്ട് ചെയ്ത് വെച്ചു. പെട്ടെന്ന് തയ്യാറാക്കിയ എൻ്റെ ലഞ്ച് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഇന്നത്തെ ഈ ലഞ്ച് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.